പെയിന്റ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ കോമ്പിനേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. പെയിന്റ് 24 മണിക്കൂറും പൊടിയുന്ന ഒരു സാധനമാണ്. ഹോസ്പിറ്റലിലെ ICUവിൽ അടിക്കുന്ന പെയിന്റിന്റെ അതേ ഗ്രേഡിൽ സാധാരണക്കാർക്ക് പെയിന്റ് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു കമ്പനി, അതാണ് കേരള പെയിന്റ്സ്. എൻ്റെ കൂടെ പ്രൊഡക്ഷൻ മാനേജർ ഉണ്ട്. ബ്രോ നമസ്കാരം. സിമ്പിളായിട്ട് പറയാന്ന് വെച്ചാൽ പശയും കുറച്ച് ഫില്ലേഴ്സും ചേർന്ന് കഴിഞ്ഞാൽ പെയിൻ്റായി. പിന്നെ അതിൻ്റെ ക്വാളിറ്റി പർപ്പസിന് വേണ്ടി നമുക്ക് കുറച്ച് പൗഡേഴ്സ് കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ പല മേക്കിംഗ് കണ്ടിട്ടുണ്ടെങ്കിലും ഈ പെയിന്റിന്റെ മിക്സിംഗ് തികച്ചും വ്യത്യസ്തമാണ്. ഇത് ഓരോ ടൈപ്പ് വെസൽസ് ആണ് നമ്മളിതിലാണ് മേക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ അഡിറ്റീവ് മെറ്റീരിയൽസ് ആഡ് ചെയ്യും, അത് നല്ലപോലെ ഗ്രൈൻഡ് ആവണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വേറെ ശേഷം നമ്മൾ ഫില്ലേഴ്സ് ആഡ് ചെയ്യും, അതിനും ഒരു ഗ്രൈൻഡിങ് ടൈം ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റി പർപ്പസിനനുസരിച്ചുള്ള റോ മെറ്റീരിയൽസ് ആഡ് ചെയ്യണം. അങ്ങനെ അത് ഗ്രൈൻഡ് ചെയ്ത് വരുമ്പോൾ അതിൽ ഓരോ ടൈമിൽ നമ്മൾ ചെക്ക് ചെയ്യും അത് നമ്മളെ ക്വാളിറ്റിക്ക് ആയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിന് ശേഷമാണ് നമ്മളത് ഔട്ട് ചെയ്യുന്നത്. പെയിന്റിങ്ങിന്റെ മിക്സിംഗ് നടക്കുമ്പോൾ ലാബിൽ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യും. നമുക്ക് ഭയങ്കര ബേസിക് ആയിട്ട് ടെസ്റ്റിംഗ് നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റികൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബേസ് ഉണ്ടാക്കിയെങ്കിൽ ബേസിന് നമ്മൾ കളർ ടിൻറ്റ് ചെയ്ത് നോക്കും. നമ്മളിപ്പോൾ ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ വന്ന് നമുക്ക് ഈ കളർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ കളർ കിട്ടണമെങ്കിൽ അതേ ബേസിൽ വേണം ടിൻറ്റ് ചെയ്യാൻ. നമ്മൾ രണ്ട് സെയിം മാസ്റ്ററും സാമ്പിളും വെച്ചിട്ട് ടിൻറ്റ് ചെയ്ത് നോക്കും. ഒരുപാട് മണിക്കൂറുണ്ട്. മിക്സിങ്ങിന് ശേഷം നേരെ ലാബിലേക്ക് പോയി, ലാബിലെ ടെസ്റ്റിംഗ് കഴിഞ്ഞു. ഇനി വരുന്നത് പാക്കിംഗ് ആണ്. ഈ കാണുന്ന മെഷീനിലാണ് പാക്കിംഗ് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു സെമി ഓട്ടോമേറ്റഡ് പെയിന്റ് ബക്കറ്റ് ഫില്ല് ചെയ്യുന്ന മെഷീനാണ്. പ്രോപ്പറായിട്ട് അളവുകൾ മെഷീനിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര അളവുള്ളൂ. ഈ പെഡലിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായി വരും. എന്നതിനനുസരിച്ച് ഇത് കൺവെയറിലൂടെ പാസ് ചെയ്ത് പോകും. കൺവെയറിലൂടെ പാസ് ചെയ്ത് പോകുന്നു. എന്നതിന് ശേഷം ഇതിൻ്റെ അടുത്തുള്ള സെക്ഷനിലാണ് ഇതിൻ്റെ മൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേരള പെയിൻറ്റ്സിൻ്റെ കമ്പനിയിൽ വന്ന് പെയിൻറ്റിൻ്റെ നിർമ്മാണം അടങ്ങിയ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഗ്രീൻ ബാങ്ക് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള യൂട്യൂബ് ചാനലിലുണ്ട്. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന പ്ലേ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാം.